ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 28-ാം തിരുവചനം. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഓരോ ദുഃഖറാനയിലും നമ്മുടെ ഹൃദയങ്ങളിൽ നിറയുന്ന തിരുവചനമാണ് തോമാശ്ലീഹായുടെ വാക്കുകൾ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. എല്ലാവർക്കും സെന്റ് തോമസ് ഡേയുടെ പ്രാർത്ഥനാശംസകൾ. തോമാശ്ലീഹ വെറുതെ അങ്ങ് വിളിച്ചതല്ല, നെഞ്ചു പൊട്ടി വിളിച്ചതാ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന്. ആ ദിനങ്ങളിൽ ഹൃദയം നുറുങ്ങിയ തോമസ് നടന്നത്. എല്ലാവരും പറഞ്ഞു, അവൻ വന്നു, അവൻ ഞങ്ങളുടെ അടുത്ത് നിന്നു, ഞങ്ങളോട് സംസാരിച്ചു. തോമാശ്ലീഹ ഹൃദയത്തിൽ തേങ്ങി, എൻ്റെ അടുത്ത് വന്നില്ലല്ലോ, എന്നോട് സംസാരിച്ചില്ലല്ലോ. ആ തേങ്ങൽ കർത്താവ് കേട്ടു. തോമസ് ഉള്ള ഒരു ദിനം വീണ്ടും അവൻ വന്നു. എന്നിട്ട് പേര് ചൊല്ലി വിളിച്ചുകൊണ്ട് തോമാശ്ലീഹായോട് പറഞ്ഞു, എൻ്റെ അടുത്ത് വാ, എന്നെ തൊട്ടു നോക്ക്, ഇത് ഞാൻ തന്നെ എന്ന് തിരിച്ചറിയും. തോമാശ്ലീഹ നെഞ്ചു പൊട്ടി വിളിച്ചു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എനിക്ക് വേണ്ടി മാത്രം നീ വീണ്ടും വന്നുവല്ലോ. ഇന്ന് ഈ ദൂത് കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, ജീവിതം വല്ലാതെ ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുമ്പോൾ ഉച്ചത്തിൽ വിളിക്കണം, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന്. അവൻ വരും നിന്റെ അടുത്തേക്ക്, നിന്നെ കൈപിടിച്ച് നടത്താൻ നിനക്ക് തുണയായി, നിന്റെ സുഹൃത്തായി. വല്ലാത്ത പ്രതിസന്ധികളിൽ ജീവിതം ഉലയുമ്പോൾ ഉച്ചത്തിൽ വിളിക്കണം, വിശ്വാസത്തോടെ വിളിക്കണം, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന്. നിന്റെ ജീവിതത്തിലേക്ക് അവൻ ഇറങ്ങി വരും. ഒരു നിമിഷം കൊണ്ട് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഏത് പ്രതിസന്ധിയെയും തൂത്തെറിഞ്ഞ് ഏതിനെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കരുത്തായി, ശക്തിയായി. അത്രത്തോളം വലുതാ, അത്രത്തോളം ശക്തമാ ആ തിരുനാമം, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. വിശ്വാസത്തോടെ വിളിക്കാം, അവൻ വരും. നിന്റെ കർത്താവ്, നിന്റെ ദൈവം അത്രത്തോളം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.